ദൈവത്തിന്റെ പരിശുദ്ധമായ സ്നേഹമാണ് നമുക്ക് സംരക്ഷണത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്ന് ഒരു ഉറപ്പില്ല, അല്ലെ? ഉണ്ടോ? ഇല്ല. ഞാൻ എല്ലാ ദിവസവും ഓർക്കാറുണ്ട്, മനുഷ്യൻ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ കഠിനമായി വേദനിപ്പിക്കുന്നത് ദൈവത്തെയാണ്. പക്ഷെ ദൈവം എന്താ അങ്ങനെ ഒന്നും പെരുമാറാത്തത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് അനുസരിച്ച് മനുഷ്യകുലത്തോട് ഒരു ഏറ്റവും ക്രൂരത കാണിക്കുന്നവനോട് ഏറ്റവും സ്നേഹത്തോടു കൂടി ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുക? അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്കിപ്പോ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്നതിന് ഇഷ്ടമില്ലാണ്ടായിരിക്കും, അല്ലേ? ആയിരിക്കില്ലേ? അതെ അതെ. നമ്മുടെ സംസാരത്തിനൊക്കെ ഒരു ഇഷ്ടക്കുറവ് പ്രവൃത്തികളില്, നോട്ടങ്ങളിലെല്ലാം ഉണ്ടാവും, അല്ലെ? ഇഷ്ടത്തോടെ ആയിരിക്കില്ല എന്നുള്ളത്, ഇഷ്ടമല്ല അത് ആണ് ചെയ്യുന്നതെന്ന് ആ പ്രവൃത്തി കാണുമ്പോ തന്നെ അറിയാം, അല്ലെങ്കിൽ സംസാരം കേൾക്കുമ്പോ തന്നെ അറിയാം, അല്ലെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വലിയ ഒരു അത്ഭുതം. നമ്മൾ ചെയ്യുന്നത് അനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നില്ല. അതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ദൈവം ദൈവത്തിൻ്റെതായ പരിശുദ്ധമായ സ്നേഹത്തിലാണ് നമ്മളോട് വർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ മനുഷ്യബുദ്ധിയുടെ ചിന്തയിലും സ്നേഹത്തിലുമാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും ആയിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ആ വലിയൊരു അനുഗ്രഹത്തിന്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും കിട്ടുവാനായിട്ട് ഈശോ ഈ വചനത്തില് പ്രത്യേകമായിട്ട് സങ്കീർത്തനം 91 മുഴുവനും വലിയൊരു സംരക്ഷണത്തിന്റെ എന്തുകൂടിയാണ്, വാഗ്ദാനം ഉള്ള വചനഭാഗമാണ്, അല്ലേ? പകുതി വാഗ്ദാനം, പകുതി നമ്മളോടുള്ള സ്നേഹം, പകുതി കരുണ, കുറെ കാര്യങ്ങൾ ഈ വചനത്തിലുണ്ടായേ. 16 വാക്യങ്ങളേ ഉള്ളെങ്കിലും അതിൽ കൂടുതലും വാഗ്ദാനത്തെ കുറിച്ചാണ് ഈശോ നമ്മളോട് പറയുന്നത്. എല്ലാ വചനത്തിലും അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്ന സർവശക്തനെ കഴിയുന്നവനും ആയ ഒരു വ്യക്തിയാണ് ദൈവത്തോട് പറയുന്നതെങ്കിലും പിന്നീടുള്ള വചനഭാഗങ്ങളിലെല്ലാം രക്ഷിക്കും, പരിചയമായിരിക്കും, പിന്നെ മറച്ചുകൊള്ളും, അഭയമായിരിക്കും, പിന്നെന്താ, നീ ആരെ ഭയപ്പെടേണ്ട, അല്ല, ദൈവം ശക്തിപ്പെടുത്തുന്നു, പേടിക്കേണ്ട, അവിടെ ശക്തിപ്പെടുത്തുന്നു, ഒരു അനർത്ഥവും സംഭവിക്കില്ല. പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഒരു അനർത്ഥവും സംഭവിക്കില്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. അപ്പൊ അവിടെ എന്താണ്? വിശ്വാസം നമ്മളെ ഉണർത്തുന്നു, അല്ലെ? പിന്നെ ഈ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതൻ നിവാസം ഉറപ്പിച്ചു. അപ്പോ അവിടെ ഈശോ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന്. ദൈവത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ നീ ദൈവത്തെ സമീപിക്കണമെന്ന്, അല്ലെ? കാരണം ഈശോ പുതിയ നിയമങ്ങളിലും പഴയ നിയമത്തിലും പല ആവർത്തി പറയുന്നൊരു വചനഭാഗമാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ദൈവം ഒന്നും വെറുതെ പറഞ്ഞു പോകുന്നില്ല. അതിന്റെ കൃപയോടുകൂടെ ജനം ജീവിത മേഖലകളെ കാണണം. ദൈവത്തെ ആശ്രയിച്ചു എന്ന് വിചാരിച്ച് രോഗം വരില്ല എന്ന് പറയരുത്, അപകടം വരില്ല എന്ന് പറയരുത്. അതൊക്കെ തിന്മയുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ ബുദ്ധിയുടെ ചിന്തകളാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാരും സുഖിച്ച് ജീവിച്ചവരല്ല, സഹിച്ച് ജീവിച്ച് ദൈവത്തിന്റെ വലിയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചവർ. അപ്പോ സുരക്ഷിതത്വം ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെ? ഇതിന്റെ കീഴിലാണ്, കൃപയുടെ കീഴിൽ. ദൈവ കൃപയുടെ കീഴിൽ, അല്ലാണ്ട് ലോകത്തിന്റെ ചിന്തകളുടെ കീഴിലാവുമ്പോഴാണ് ബുദ്ധി കൊണ്ട് നമ്മളെ ഓരോ പ്രവൃത്തികളും മുന്നോട്ട് പോണത്. അപ്പോ ആ മേഖലകളില് ചില മനുഷ്യര് ദൈവവചനത്തെ കുറിച്ച് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് കേൾക്കാനും അത് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹം. എന്ത് കാര്യത്തിന് അതൊക്കെ കേൾക്കണത്, എന്തിനാ ഇതൊക്കെ ചെയ്യണത്, ഇത് എന്തിനാ, ഇതൊക്കെ കുറെ കേട്ടുള്ളതല്ലേ എന്നൊക്കെ പറയും. കാരണം എന്താണ് അങ്ങനെ പറയണത്? ഈ ലോകത്തിന്റെ ചിന്തകളാണ് അവരുടെ ബുദ്ധിയിൽ ഉള്ളത്. അപ്പോ നമ്മൾ എത്ര കേട്ടിട്ടും ഇന്നും ഓരോ ബാലപാഠങ്ങളിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്, അല്ലെ? ഏതെങ്കിലും നമ്മള് LKG UKG കയറാനായിട്ട് ഇനി നമ്മള് എത്രയോ കാലം ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ചെറിയ കാര്യം പോലും ഒത്തിരി നമ്മളെ ആഴമായി ചിന്തിപ്പിക്കുന്ന
കുറെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോ ഈ ചെറുതാവുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളിമയോടുകൂടി ദൈവസന്നിധിയില് ഒന്നും അറിവില്ലായ്മയോടുകൂടെ ചേർന്നിരിക്കാൻ കിട്ടുന്ന അവസരം. വലുതായി കഴിയുമ്പോഴാണ് പലതും നമ്മുടെ ആദ്യത്തെ ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മളിപ്പോ ചെറുതാവുക എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ വളർന്നു വലുതായി പന്തലിച്ച് വടവൃക്ഷം പോലെ ആയിട്ടുണ്ടാവും. പക്ഷെ ദൈവത്തിന്റെ മുമ്പില് ആരാണ്? ഒരു ശിശുവിനെ പോലെ ആവുക. ഈശോ ഒരു ശിശുവിനെ ഉയർത്തി സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഈ ശിശുവിനെ പോലെ ആവുക എന്നാണ്. ശിശുത്വം ശരീരം കൊണ്ട് ശിശുവാകുക എന്നല്ല, നമ്മുടെ ചിന്തകള്, ബുദ്ധികള് ബാലപാഠങ്ങളാക്കി നമ്മൾ പറ പഠിക്കുന്ന പോലെ ഒന്നും അറിയില്ല, ഫുൾ ബ്ലാങ്ക് ആണ്. അപ്പൊ കുറെ അറിവുകൾ നമുക്കുള്ളത് കൊണ്ട് ഈ അറിവ് ഇങ്ങനെ മുകളിന്ന് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലെ? കുറെ കാര്യങ്ങൾ അറിവുള്ളത് കൊണ്ടും കഴിവുള്ളത് കൊണ്ടും ഒക്കെ പെട്ടെന്ന്, പക്ഷെ ദൈവത്തിന് വേണേ പെട്ടെന്ന് ഇറക്കി വിടാം, അല്ലെ? അല്ലേ? ദൈവത്തിന് പെട്ടെന്ന് നമ്മളെ താഴത്തേക്ക് ഒരു ഉന്ത് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ ദൈവം നശിപ്പിക്കാനോ അങ്ങനെ നാശത്തിലേക്ക് നമ്മൾ തള്ളിയിടുന്നില്ല. സ്വന്തമായ ഒരു ആഗ്രഹത്തോട് സ്വാതന്ത്ര്യത്തോടു കൂടെ താഴത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചിറങ്ങി വരാൻ, ഇല്ല? നമ്മളിപ്പോ മലയാറ്റൂർ മലയുടെ സീസണാണ് ഇപ്പൊ, മല കയറുന്ന സമയം, അല്ലെ? അവിടെ പോകുന്നവരൊക്കെ അറിയാം, കയറുമ്പോ ഭയങ്കര പ്രയാസമാണ്. ഇറങ്ങുമ്പോഴും അതുപോലെ പ്രയാസമൊക്കെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിച്ചു തല്ലി വീഴും, അല്ലെ? അപ്പൊ ഈ എല്ലാത്തിനും അതിൻ്റെതായ ശ്രദ്ധയും ചിന്തയും ബോധ്യവും ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു നിലനിൽപ്പ് സംരക്ഷണമായി നമുക്ക് ഉണ്ടാവുന്നത്. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം, ജനിച്ചു വായിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തി. പരിശുദ്ധ അമ്മ നമ്മളോടും ലോകത്തോട് പറയുന്ന, അതായത് അമ്മ അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് സങ്കീർത്തനമായിട്ട് പറയുന്നത്. അപ്പോ എളിയവരെ ഉയർത്തി എന്ന് പറയുമ്പോ, എളിമ എന്ന് പറഞ്ഞാല് നമ്മളുടെ സംസാരത്തിലും പ്രവൃത്തികളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അല്ലേ? ആണോ? പിന്നെന്തിലൊക്കെയുണ്ട്? ചിന്തകളിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കും. ചിന്തകളില്, ഹൃദയത്തില്, പിന്നെ ജീവിതത്തെ നോക്കിയാണ് എളിമയുള്ള വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അതായത് ഇപ്പോ ഇലക്ഷനൊക്കെ വരുമ്പോ നമുക്കറിയാം, ഭരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര എളിമയും സ്നേഹവും ഒക്കെ ഇച്ചിരി കൂടും, അല്ലേ? അല്ലേ? അപ്പോ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഭയങ്കര സ്നേഹവും എളിമയും ഭയങ്കര അവരുടേതായ ചിന്തകളിലൊക്കെ നമ്മൾക്ക് ഭയങ്കര സ്ഥാനങ്ങളായിരിക്കും. നമ്മൾക്ക് ഭയങ്കര ഓഫറുകൾ തരും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും, അല്ലെ? അതെന്താണ്? ഈ ലോകത്തിന്റെ അവരുടെ ആവശ്യത്തിന് വേണ്ടി, ഇതുപോലെ നമ്മളും പലപ്പോഴും നമ്മളുടേതായ ആവശ്യത്തിന്റെ കാര്യം വരുമ്പോ പലപ്പോഴും നമ്മൾ ഭയങ്കര എളിമയുണ്ടാവും, സ്നേഹം ഉണ്ടാവും. ആരുടെ മുമ്പില്?
നമ്മളുടെ എന്തോ നമുക്ക് ജോലി നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ താഴെയുള്ളവരുടെ മുന്നിലൊക്കെ ആവും ആവശ്യങ്ങൾ വരും. ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇത് നമുക്കും അറിയാം എന്താ ഉദ്ദേശം അല്ലെ. അപ്പോ അതെ ഈ ഒരു ആവശ്യം വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന ദിവസം ഇവള് എളിമപ്പെടും അല്ലെങ്കിൽ ഇവന് എളിമപ്പെടും എന്ന് കർത്താവിന് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇന്ന സമയം ഇവര് തിരിച്ചും സ്വഭാവം മാറും എന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം അല്ലെ. അതെ അപ്പൊ എളിമപ്പെടാൻ പോകുമ്പോഴും പെട്ട് കഴിയുമ്പോഴും എളിമയുടെ സ്വഭാവമൊക്കെ മാറുമ്പോഴും എല്ലാം കൃത്യമായിട്ട് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പില് നമ്മളുടെ എളിമ എത്രത്തോളം വാല്യുബിൾ ആണ് അല്ലെങ്കിൽ സിൻസിയർ ആണെന്ന് ഒക്കെ ദൈവത്തിന് അറിയാം. അപ്പൊ ഇവിടെ പരിശുദ്ധമ്മയുടെ എളിമ എന്ന് പറഞ്ഞാല് നമുക്ക് എളിമയുടെ വലിയൊരു ആഴത്തിലാണ് അമ്മ തന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട ഈശോയെ പ്രസവിക്കുന്ന സമയം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് എപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു നല്ല ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലം അല്ലെ. പക്ഷെ എല്ലാത്തിന്റെ അധികാരവും അധിപനുമായ സർവശക്തനായ ദൈവത്തെ സ്വീകരിച്ചിട്ടും അമ്മയ്ക്ക് കൊടുത്ത ഒരു സ്ഥലം, പ്രസവിക്കുവാൻ കൊടുത്ത സ്ഥലം തന്നെ വളരെ ദയനീയമായ ഉള്ള ഒരു നികൃഷ്ട അവസ്ഥയുടെ പ്ലേസ് ആയിരുന്നു. പക്ഷെ അവിടെ അമ്മ എന്ത് മനോഭാവത്തോടു കൂടെയാണ് ആ സ്ഥലത്തെ സ്വീകരിച്ചതെന്ന് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ അഗാധമായ എളിമയുടെ തലത്തിലേക്ക് അമ്മ ഇറങ്ങി, തന്നെ ഉളിയിട്ടിറങ്ങി അല്ലെ. നമ്മൾക്കൊന്നും പറ്റേയില്ല, ഒരിക്കലും പറ്റില്ല. കാരണം നമുക്കിപ്പോ നല്ല സമ്പത്തുണ്ട്, നമുക്ക് നല്ല സ്വാധീനമുണ്ട്, അധികാരമുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു ലൈഫിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ മനഃപൂർവ്വം നമ്മൾ അതുപോലെ താഴുക എന്ന് പറഞ്ഞാല് നമ്മളുടെ മാനുഷികമായ ബുദ്ധി ഒരിക്കലും നമ്മളെ അനുവദിക്കില്ല അല്ലെ. അനുവദിക്കുമോ? ഇല്ല. മാനുഷികമായ ബുദ്ധി ഒരിക്കലും അനുവദിക്കില്ല. ഇപ്പൊ നമ്മളിപ്പോ ദൈവസ്നേഹത്തെ പ്രതി അങ്ങനെ അനുവദിച്ചാൽ തന്നെ നമ്മളെ വലിച്ചു കയറ്റാൻ കുറെ ആൾക്കാരും ഉണ്ടാവും അല്ലെ. അപ്പോ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഈ ഒരു എളിമയുടെ അല്ലെങ്കിൽ എളിമയുടെ പ്രവൃത്തിയുടെ തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മളുടെ ഹൃദയത്തിൽ നടക്കുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം, ഇപ്പൊ നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്ത് അത് നമ്മളത് മാനിക്കാതെ ശ്രദ്ധിക്കാതെ നമ്മളുടെ ലൈഫ് അങ്ങോട്ട് മുമ്പോട്ട് പോയി. പക്ഷെ നമ്മുടെ ആ തെറ്റിനെ ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ മക്കളോ നമ്മളുടെ നമ്മളോട് ചേർന്നിരിക്കുന്ന വ്യക്തികളോ ഉണ്ടാവാം. അത് നോർമലാണ്, അത് അങ്ങനെ ആയിരിക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും ഈ അവഗണിച്ചു കളഞ്ഞത് അല്ലെങ്കിൽ ആയിരുന്ന പാവാവസ്ഥയെ ചെയ്ത ആൾ ആദ്യം മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ അത് റിമൈൻഡ് ചെയ്ത് അതിന്റെ മുമ്പില് വ്യക്തതയോടുകൂടെ ദൈവസന്നിധിയില് മാപ്പ് ചോദിച്ച് അനുദപിച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ശരിക്കും ദൈവസന്നിധിയില് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ തന്നെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്ന ദാനിയേല് വലിയ പാപമൊന്നും ചെയ്തു എന്നുള്ള വിശുദ്ധിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോ എന്താണ് പാപം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തിന് മാത്രം ആ വചനം ദാനിയേലിനോട് പറഞ്ഞതിന്റെ വ്യക്തത അറിയുള്ളൂ. കാരണം എന്താണ്, ദാനിയേലിന്റെ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും വ്യക്തമായിട്ട് അറിഞ്ഞത് ദാനിയേലിന്റെ സ്രഷ്ടാവായ ദൈവമാണ് അല്ലെ. ആണോ? അപ്പൊ ഈ സ്രഷ്ടാവായ ദൈവത്തിന് നമുക്കിപ്പോ ദാനിയേലിനെ നമുക്ക് കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം ദാനിയേൽ ദൈവസ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കുകയും ദൈവസ്നേഹത്തെ പ്രതി ജ്വലിച്ചൊരു ഹൃദയവുമായിട്ട് ജീവിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു എളിമയുടെ തലത്തിലേക്ക്, അതായത് ഒരു വലിയൊരു കാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളെ പാപത്തിന്റെ അടിമത്തമായിട്ടുള്ള ആ സ്ഥലത്തിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടി ദാനിയേല് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവം എന്താ ചെയ്തത്? ദൈവം ഈ വ്യക്തിയില് ഒരു പരിത്യാഗത്തിന്റെ എളിമപ്പെടുത്തലിന് വേണ്ടി തന്റെ ശരീരവും മനസ്സും ബുദ്ധിയും കഴിവുകളെല്ലാം ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതമായി. അപ്പോ അത് എന്തായി മാറുന്നു? ആ ഇന്റൻഷന്റെ മേല് കരുണയായും കൃപയായും മാറുന്നു.
മനസ്സിലായോ? ഉം. മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഉണ്ട്. ഏ ഉണ്ട്. മനസ്സിലാവും. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം ദൈവത്തോട് ആവശ്യപ്പെടുക, നമ്മളപ്പോ വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ആ എന്ത് ഇന്റൻഷൻ, ആ ഇന്റൻഷന്റെ വലിപ്പം അനുസരിച്ച് നമ്മള് എന്ത് ചെയ്യണം? ഒരുങ്ങണം ദൈവത്തിന്റെ കരുണ സ്വീകരിക്കുവാനായിട്ട്. എസെക്കിയേലിനോട് പറയുന്നുണ്ട്, നീ ഇത്രയും ദിവസം ചരിഞ്ഞു കിടക്കുക, ഇസ്രായേൽ ജനത്തിന്റെ ഇത്രയും നാളത്തെ പാപത്തിന് വേണ്ടി ചരിഞ്ഞു കിടക്കുക. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ പറയും തിരിഞ്ഞു കിടക്കുക എന്ന് പറയും, അല്ലെ? അങ്ങനെ കുറെ, അതായത് എസെക്കിയേല് വളരെ ദൈവത്തിന്റെ ആഴമറിഞ്ഞ ഒരു പ്രവാചകനും കൂടിയായിരുന്നു. അപ്പോ ഈ ഒരു വ്യക്തിയുടെ ഈ പരിത്യാഗത്തിന്റെ സ്നേഹത്തിന്റെയും എളിമപ്പെടുത്തലിൽ കൂടി ആ ദേശത്തെ അല്ലെങ്കിൽ ആ ജനതയെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം സ്വയം ആ വ്യക്തിയെ എളിമപ്പെടുത്തി, ആ സ്വന്തം ശരീരത്തിലും ആത്മാവിലും പരിത്യാഗത്തോടുകൂടെ ദൈവം എളിമപ്പെടുത്തി. അല്ലേ? ക്ലിയർ ആണോ? അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ എല്ലാ പരിത്യാഗത്തിന്റെയും പൂർണ്ണതയുടെ രൂപത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ഉയർത്തിയിട്ടും എളിമപ്പെടുത്തി. മനസ്സിലായോ? അങ്ങനെയാണ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുവാൻ ഇത്രമാത്രം കരുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയത്. അപ്പൊ നമ്മള് ഒത്തിരി സമ്പത്തുണ്ടാവാം, അപ്പോ നമുക്ക് വേണമെങ്കിൽ എളിമപ്പെടാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് ഒത്തിരി അറിവുകൾ ഉണ്ടാവാം, അപ്പൊ ആ മേഖലകളില് എളിമപ്പെടാൻ കുറച്ച് സമയം എടുക്കും. കാരണം എന്താണ്? നമ്മളെ ബലപ്പെടുത്തിയിരിക്കുന്ന കുറെ ഈ ലൗകിക അല്ലെങ്കിൽ ലോകത്തിന്റെ ഭൗതികമായ കുറെ ബലം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, അവനവനിൽ തന്നെയുള്ള ആശ്രയബോധം ഒക്കെയുള്ള മേഖലകളില് ഒരു എന്താണ്, ആത്മാവും ശരീരവുമായിട്ട് ഒരു മൽപ്പിടുത്തം ഉണ്ടാവും. കാരണം അത് എനിക്ക്, അതായത് പരിശുദ്ധ അമ്മയ്ക്ക് വേണേൽ ചിന്തിക്കായിരുന്നു, ഇതെല്ലാം ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഈ എല്ലാത്തിനും അവിടെ അടച്ചു പൂട്ടി വെച്ച് നീ പോയി സഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ ഒറ്റയ്ക്ക് വിട്ടതാണ്, അല്ലേ? ഒരു സമയം ആയപ്പോഴേക്കും കൂട്ടിനുണ്ടായ ഔസപിതാവിനെ തിരിച്ചു വിളിച്ചു. പിന്നെ ഏകാന്തവാസമായിരുന്നു. പക്ഷെ അമ്മ ആദ്യത്തെ സ്നേഹം കുരിശിന്റെ ചുവട്ടിലും അത് കഴിഞ്ഞിട്ടും ഒരേപോലെ കൊണ്ടുപോയ ഒരു വ്യക്തിത്വമാണ്. അപ്പോ ആ അമ്മയിലേക്ക് നോക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ എളിമയുടെ യഥാർത്ഥ രൂപത്തിന്റെ ആഴം, അല്ലെങ്കിൽ നമ്മളൊക്കെ എളിമപ്പെട്ടത് എത്ര തുച്ഛമാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠം തന്നെ പരിശുദ്ധ അമ്മയിൽ കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയോ സമൂഹങ്ങൾക്ക് വേണ്ടിയോ കുറെയൊക്കെ അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷെ ആരും നമ്മളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല. നമുക്ക് ആ മേഖലകളിലൊക്കെ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് സഹിക്കുന്നുണ്ടാവാം. പക്ഷെ ഈ അമ്മയിലേക്ക് നോക്കുക, സർവശക്തനായ ദൈവം നേരിട്ട് പറഞ്ഞ അനുഗ്രഹത്തിന്റെ ഒരു വ്യക്തിത്വമായിരുന്നിട്ടും കൊണ്ടുപോയ വഴികളെല്ലാം വളരെ സുരക്ഷിതത്വം ഇല്ലാത്ത മേഖലകൾ, അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ ഭീകരമായ അവസ്ഥകൾ, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നടന്നു പോകുവാനുണ്ടായ അവസ്ഥകൾ. എന്തുകൊണ്ടാണ് എന്ന് കുറെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. അതുകൊണ്ടാണ് കുരിശിന്റെ ചുവട് വരെ നല്ല കോൺഫിഡൻസോടുകൂടെ ദൈവത്തെ ആരാധിച്ചത്. അത്രമാത്രം ഒരു വ്യക്തിത്വത്തെ എളിമപ്പെടുത്തുമ്പോഴാണ് ഈ ലോകത്തിന്റെ രക്ഷയുടെ ഒരു പുതിയ അനുഗ്രഹത്തിന്റെ ഒരു ഉയർച്ച പൊങ്ങി വന്നത്. അല്ലേ? ആണോ? അതെ. ഇല്ലായിരുന്നുവെങ്കില് ഇന്നും നമ്മളുടെ വിശ്വാസം വളരെ ദുർബലമായിരുന്നു, അല്ലെ? ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ഒരു വചനം പറഞ്ഞ് നമ്മള് സ്ഥിരമായിട്ടൊരു കാര്യത്തെ പറ്റി പ്രാർത്ഥിക്കുകയാണ്. നമ്മള് എത്ര ദിവസം പ്രാർത്ഥിക്കുന്നു അത്രയും ദിവസം ഈ വചനം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വചനം എന്താ പറയുന്നത്? വചനം ഫലം പുറപ്പെടുവിക്കാതെ തിരികെ പോവില്ല. അപ്പോ ഈ വചനം ഞാൻ എത്രത്തോളം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അത്രത്തോളം ഫലം കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മളൊരു മാവ് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു 10 ഒരു ചിലപ്പോ എന്താണ്, നമ്മളൊരു മാങ്ങ കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് എവിടെന്നെങ്കിലും ഒരു മാവിന്റെ തൈ കിട്ടി,
അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു മാങ്ങ എനിക്ക് ആവശ്യമുള്ളൂ, ബാക്കി ചിലപ്പോ ഒരു കിലോ മാങ്ങക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിച്ചാണ്. അപ്പൊ 1 കിലോ മാങ്ങ കിട്ടി, ബാക്കിയുള്ള മാവിൽ ഇഷ്ടമാരം മാങ്ങയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മള് അയ്യോ എനിക്ക് ഇത് മാത്രം മതി, അതൊക്കെ അവിടെ കിടന്ന് നശിഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിക്കോ? ഇല്ല. അല്ലെങ്കിൽ മാങ്ങ തരാതിരിക്കോ? ഇല്ല. ഇല്ല, അതിങ്ങനെ തന്നുകൊണ്ടിരിക്കും അല്ലെ? അതെ. തന്നുകൊണ്ടിരിക്കും. എന്ന പോലെയാണ് നമ്മള് ആ ഒരു കുഴിച്ചിട്ട വിത്ത്, അല്ലെങ്കിൽ ആ മാവിന്റെ രൂപത്തിലേക്ക് വരണമെങ്കിൽ ആ മാങ്ങാണ്ടിയുടെ രൂപം തന്നെ മാറുന്നുണ്ട്. അതിന് പുതിയ മുള പൊട്ടുന്നു, ഗോതമ്പ് മണി നിലത്ത് വീഴാതെ അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ എല്ലാ സീഡും അങ്ങനെ തന്നെ. ഗോതമ്പ് മണി ചെറുതായതുകൊണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സീഡും അങ്ങനെ തന്നെ. അപ്പൊ ഒരു വിത്താണ്, ദൈവത്തിന്റെ ഒരു വിത്താണ് ഞാനും നിങ്ങളും. ദൈവസ്നേഹത്തെ പ്രതിയുള്ള ഓരോ വിത്തുകളാണ് നമ്മള്. അപ്പൊ അതിൽ നിന്നും ഫലം, 1 കിലോ മാങ്ങ ആണ് എനിക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിലും കർത്താവ് പറയും, നീ ലക്ഷക്കണക്കിന് മാങ്ങയുടെ ഉടമസ്ഥയാണെന്ന് പറഞ്ഞ അയ്യോ എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മള് അല്ലെ, നമ്മളിപ്പോ വേണ്ടാന്ന് പറഞ്ഞാലും ദൈവം തന്നുകൊണ്ടിരിക്കും അല്ലെ. അതാണ് ഈ സമൃദ്ധിയുടെ ദൈവം. അതായത് ഞാൻ ജീവൻ നൽകാനും അത് സമൃദ്ധിയായി നൽകാനും വരുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം ഏശയ്യാ 44:22 ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആരാ പറയണത്? ദൈവം. ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല അല്ലേ? ചിലപ്പോ ശിക്ഷയുടെ ഭീകരമായ അടിമത്തത്തിലായിരിക്കും. പക്ഷെ ഈ വചനം നമ്മെ പറയുന്നത് ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ പറഞ്ഞ് വിശ്വസിച്ച് സ്വീകരിക്കുക. അപ്പം ഈശോ ഈ വചനഭാഗം പറയണതിന്റെ യാക്കോബെ നീ ഇപ്പൊ ഓർമ്മിക്കുക, ഇസ്രായേല് നീ ഓർമ്മിക്കുക. യാക്കോബെ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യത്തെയാണ്. അപ്പോ യാക്കോബിനെ ഒരു ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യത്തോട് ചേർത്ത് വെച്ച് ഒരു രാജ്യത്തെ മുഴുവൻ വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു ദേശത്തെ മുഴുവൻ വിളിക്കുമ്പോ, ഇപ്പൊ ഞാൻ എന്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോ എന്റെ ഭവനം, എന്റെ വീട്ടിലുള്ള, ഇപ്പൊ പല വൈദികരും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ദിവസവും മുടങ്ങാതെ കുർബാന കൂടണമെന്ന്. എന്തിനാ അങ്ങനെ പറയണത്? ആ ഒരു വ്യക്തിയിൽ കൂടി ആ ദൈവകൃപയെ നിലനിർത്തുവാൻ ആ ഒരു വ്യക്തിയിൽ കൂടി ദൈവം അനുവദിക്കും. അതുകൊണ്ട് യാക്കോബിനെ ആ രാജ്യത്തിന്റെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയതാണ്. നീ ഇവ ഓർമ്മിക്കുക. അപ്പൊ യാക്കോബിനോട് വചനഭാഗത്തിന്റെ ഹെഡിങ് ഇതാണ്, കർത്താവ് മാത്രം ദൈവം എന്നാണ് പറയുന്നത്. അപ്പോ നിന്നെ സൃഷ്ടിക്കുകയും, അതായത് 2-ാമത്തെ വചനം, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുൾ ചെയ്യുന്നു. അതായത് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണേ, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പോ ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ദൈവം. അപ്പോ അതിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ മാത്രമാണ് നമ്മുടെ പാരന്റ്സ് അല്ലെ, സ്രഷ്ടാവല്ല. നമ്മുടെ സ്രഷ്ടാവ് ഒരു എന്താണ് ഉപാധിയാക്കി, ഒരു നിമിത്തമാക്കി ഉപയോഗിച്ചതാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പോ ഈശോ പറയണത് നിന്നെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ക്രിയേറ്ററാണ്. ക്രിയേറ്റർ ആകുമ്പോഴേക്കും ആ ക്രിയേറ്ററിലേക്ക് മനുഷ്യരുടെ ഹൃദയം തിരിയുന്നത് വരെ ഒരുപാട് സഫറിങ്ങിൽ കൂടി പോയേണ്ടതായി വരും. അപ്പോ അതായത് ഇപ്പൊ ഉള്ളിൽ ചെല്ലുമ്പോഴേ അതായത് നമ്മൾ സൃഷ്ടികർമ്മം ദൈവം ഉപയോഗിച്ചു അതിനെ ഗർഭപാത്രത്തില് നമ്മളെ സുരക്ഷിതമായിട്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു രൂപമുണ്ട് അല്ലെ. ആദ്യം ഓരോ മാസങ്ങളിലും നമുക്ക് സ്കാൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ രൂപങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ. ദൈവം കൃത്യമായിട്ടാണ് നമ്മളെ ഓരോ ടൈമിങ്ങില് ദൈവം നമ്മളെ ഇങ്ങനെ ഗർഭപാത്രത്തിൽ പോലും സുരക്ഷിതമായിട്ട് നമ്മളെ വളരാനായിട്ട് അനുവദിക്കുന്നത്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അറിയുന്ന ദൈവം പറയുകയാണ്, എന്താ പറഞ്ഞത്? എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്രൂനെ നീ ഭയപ്പെടേണ്ട. അതായത് നമുക്ക് എതിര് നിൽക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, നമുക്ക് എതിര് നിൽക്കുന്ന
കുറെ ശക്തികളുണ്ട്. ഇപ്പൊ നമ്മള് ചിലപ്പോ നമ്മളുടെ അഡിക്ഷൻ ഉണ്ടാവും. ചില മേഖലകളിൽ നമുക്ക് കുറ്റം പറയാനുള്ള അഡിക്ഷൻ ഉണ്ടാവും. അതുപോലെ ഭക്ഷണത്തോടുള്ള അഡിക്ഷൻ ഉണ്ടാവും, വസ്ത്രത്തോടുള്ള അഡിക്ഷൻ ഉണ്ടാവും, അതുപോലെ ഓർണമെന്റ്സിനോടുള്ള അഡിക്ഷൻ ഉണ്ടാവും, ഫോണിനോടുള്ള അഡിക്ഷൻ ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ ഒരു തരത്തിൽ പറഞ്ഞാല് നമ്മളുടെ ആത്മാവിന് ഭീകരമായ ശത്രുക്കളാണ്. നമ്മൾ ചിലപ്പോ നമ്മളെ വെറുക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പോ എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോ ജഷ്റൂനെ എന്ന് പറയുന്ന ഒരു യാക്കോബ് ഭയത്തോടു കൂടെ ഇരിക്കുന്ന ഒരു സമയമാണല്ലോ. നമുക്കിപ്പോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ഭയപ്പാടിൽ കൂടിയാണ് പോണത്. ഇപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു എന്താണ് പൂഞ്ഞാറിലെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും തന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിട്ട് വൈദികൻ ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പോ നമ്മള് വല്ലോടത്തും നടക്കുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് നോർത്തിലൊക്കെ നടക്കുന്ന കാര്യമല്ലേ എന്ന് നമ്മള് കേട്ട് നമ്മുടെ മുറ്റത്ത് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്താനായിട്ട് അധികം കാലമൊന്നും വേണ്ട. നമുക്ക് ഒരു വിശ്വാസ ശക്തിയാണ് ഇനി വേണ്ടത്. വിശ്വാസത്തിന്റെ ശക്തിയാണ് ഇനി. എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇങ്ങനെ മനസ്സിലാക്കി തരുന്നൊരു കാര്യം, വിശ്വാസികളുടെ എണ്ണം എടുക്കുന്ന കാലഘട്ടമാണെന്ന് പറയുന്നത്. മനസ്സിലായോ? വിശ്വാസികളുടെ എണ്ണം വിശ്വാസികളുടെ എണ്ണം എടുക്കുന്ന കാലഘട്ടം ആയതുകൊണ്ടാണ് അടി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് പൂർണ്ണമായ ഒരു വിശ്വാസത്തിലേക്ക് എത്തുക എന്നുള്ളത് ദൈവം ശ്രദ്ധിക്കും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മള് മൽപ്പിടുത്തത്തിന് പോയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ദൈവം ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. ദൈവമാണ് ഇതിന്റെ അതിനെ പ്രതികരിക്കേണ്ടത്, അല്ലെ? ഈശോ തന്നെ പറയുന്നുണ്ട് വചനത്തില്, എന്താണ്? പ്രതികാരം എന്റേതാണ്, അല്ലെ? ദൈവം പ്രതികരിക്കാൻ പോയ വല്ല നിലപാടുണ്ടാവും, അല്ലെ മനുഷ്യർക്ക്? ദൈവം പ്രതികരിക്കാൻ പോയി പ്രപഞ്ചത്തിന്റെ താളം തന്നെ മൊത്തം തെറ്റും, അല്ലെ? അപ്പൊ ദൈവം പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്, അല്ലെ? ഇപ്പൊ നോർത്തിലൊക്കെ അനുഭവിച്ച സഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ എന്തനുഭവിച്ചു? ഒന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിലുള്ള ആൾക്കാർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ തുടങ്ങിയാൽ മാത്രമേ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ട് നടക്കുള്ളൂ എന്നറിയാം. അല്ല, അടി കിട്ടുമ്പോ എന്ത് ചെയ്യും? അല്ലെ, പഠിക്കാതെ കൊച്ച് നല്ല അടിയെ കിട്ടുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, പഠിക്കാത്ത കൊച്ചിനെ അടിച്ചു കഴിഞ്ഞാൽ കേസാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? എന്തിനു വേണ്ടി? അവരുടെ ഭാവി സുരക്ഷിതമാകാൻ വേണ്ടി. ഇതുപോലെ തന്നെ ദൈവം വിശ്വാസ ജീവിതത്തിലേക്ക് വരുത്തുവാനായിട്ട് അടി കിട്ടാൻ തുടങ്ങുമ്പോഴാണ് വിശ്വാസികള് ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതായത് ചെങ്കടലില് മുമ്പിൽ നിൽക്കാനായിട്ട് കർത്താവിന്റെ ഒരു ഹിതമായിരുന്നു, അല്ലെ? ഒരുപാട് വഴികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അടച്ചു കളഞ്ഞു. എല്ലാം അടച്ചടച്ച് അവസാനം തുറന്നു കിടക്കുന്ന ഒരു മഹാസമുദ്രത്തിന്റെ മുമ്പിലായിരുന്നു. പക്ഷെ കർത്താവ് അവിടെ എന്ത് ചെയ്തു? വഴിയുണ്ടാക്കി. അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് നമ്മള് പ്രത്യാശയോടുകൂടി സമീപിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഉള്ള ബോധ്യമുള്ളൊരു ജനത ഉണ്ടാവണം, അല്ലേ? ഉണ്ടാവണ്ടേ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് എല്ലായിടത്തും അടി കിട്ടുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ഓടി വന്ന് കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടൊക്കെ ആണെങ്കിൽ കുടുംബ പ്രാർത്ഥന ചെല്ലും, പള്ളി പോകാനായിട്ട് സാധിക്കുന്ന പോലെയുള്ള സമയം കണ്ടെത്തി പ്രാർത്ഥിക്കും. ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ഒരു ഫാമിലി ആണെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട്, ചില ആൾക്കാരെ വരാത്ത ആൾക്കാരൊക്കെ ആ പള്ളിയിലൊക്കെ വന്ന് ഡെയിലി വരണം. അപ്പൊ ഞാൻ വിചാരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ചോദിച്ചു പറഞ്ഞ് അന്വേഷിച്ചൊക്കെ വരുമ്പോഴാണ് അവർക്ക് അവിടെ അങ്ങനെ ഒരു രോഗാവസ്ഥയുണ്ട് എന്ന്. രോഗം വരാനിരിക്കണേണ് പള്ളിയിലോട്ട് വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ. എന്താ, അടി കിട്ടിക്കഴിയുമ്പോ തന്നെ വരണം. വരുത്താനൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം. പക്ഷെ മനുഷ്യനെ വചനമുണ്ട്, നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഞാൻ അതിനുള്ള വഴി ഒരുക്കും എന്നുള്ളത്. ദൈവത്തിന് ആരും ഉപദേശിക്കണ്ട, കർത്താവിന് വഴികളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്
പക്ഷെ ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ വിട്ടേക്കുകയാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ മിസ്യൂസിങ് ചെയ്ത് നമ്മുടെ ജീവിതവും ജീവനും എല്ലാം കട്ടെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം, മിഷൻ മേഖലകളിൽ കൂടി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ സാക്ഷരത ഇത്രമാത്രം വികസിച്ചത് തന്നെ ഒരു മിഷനറികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ചവറ കുര്യാക്കോസ് അച്ഛനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പള്ളിയും പള്ളിക്കൂടവും എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായത്. പക്ഷെ ഇന്ന് ആ പുണ്യ ജീവിതം ഈ ലോകം വിട്ടു പോയെങ്കിലും ഇന്നും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഒരാളുടെ ഒരു വലിയൊരു പ്രയത്നമാണ്. പക്ഷെ ഇന്ന് അംഗീകരിക്കാൻ പലർക്കത് വലിയൊരു വിഷമമാണ്, അല്ലെ? ആ മേഖലകളൊക്കെ അത്രയും വലിയ എഫേർട്ട് അല്ലാത്ത കുറെ ചപ്പിനെയും ചവറിനെയും ഒക്കെ എടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമൊക്കെ ചെയ്ത് ഒക്കെ വലിയ വലിയ വ്യക്തിത്വങ്ങളാക്കി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പുണ്യം നിറഞ്ഞ മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി വേദനിച്ചും സഹിച്ചും പരുത്തിയൊക്കെ ചെയ്ത് നഷ്ടപ്പെടുത്തിയൊക്കെ ജീവിച്ച് കടന്നുപോയ പലരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആണ് ഇന്ന് ലോകം പല മേഖലകളിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത്. പക്ഷെ ഇതിനെല്ലാം ഉത്തരം ദൈവത്തിന്റെ കയ്യിലുണ്ട്. അപ്പോ നമ്മളുടെ പ്രത്യാശ അവിടത്തെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി നമ്മൾ പറയുന്നത്. അപ്പോ ഈ യെശയ്യായുടെ പുസ്തകത്തിൽ 44:22 വചനഭാഗം ഇങ്ങനെ പറയുന്നത്, ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ തരുന്നതല്ല. 21 വാക്യം, യാക്കോബേ നീ ഇവ ഓർക്കുക, ഇസ്രായേലെ നീ ഓർമ്മിക്കുക, നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എന്റെ ദാസൻ തന്നെ, ഇസ്രായേലെ ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. അപ്പോ അതിപ്പോ ചിലപ്പോഴൊക്കെ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈശോ തന്നെ പറയുന്നുണ്ട്, യെശയ്യാ 49 മുല ഓടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അങ്ങനെ വചനം പറയുന്നുണ്ട്. അപ്പൊ ദൈവം മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പോ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ മക്കളെയൊക്കെ മറക്കാനായിട്ട് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ മക്കൾക്കും തിരിച്ച് മറന്നു പോകാനായിട്ട് വലിയ, പക്ഷെ ഇതിന്റെ മുകളിലുള്ള ഒരു ക്രിയേറ്റർ, സൃഷ്ടാവ് അപ്പനെയും മക്കളെയും ഒക്കെ സൃഷ്ടിച്ച ഒരു ക്രിയേറ്റർ മറന്നു പോകുന്നവരെല്ലാവരും പൊയ്ക്കോട്ടെ മക്കളെ, എന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ദൈവം ചേർത്ത് പിടിച്ച്, നീ എനിക്ക് അമൂല്യനും പ്രിയപ്പെട്ടവനും ബഹുമാന്യനും ആണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ എന്റെ സ്രഷ്ടാവായ ദൈവത്തിന് മാത്രമേ അത്രമാത്രം സ്നേഹം ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മോടുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയണത്, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി എന്നിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മള് എന്ത് ചെയ്യണം? ഈ വചനത്തിൽ തന്നെ ഉണ്ട്, എങ്ങനെ എനിക്ക് രക്ഷപ്പെടാം? അല്ലെ, പാപങ്ങളുടെ ഭീകരത കൊണ്ടാണ് എന്നെ, നമുക്കറിയാം ഇപ്പൊ ഒരു ഇപ്പോഴത്തെ കുട്ടികള് ഇപ്പൊ നന്നായിട്ട് പഠിക്കും, ഇപ്പൊ +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്ന കൊച്ചുങ്ങളായിരിക്കും. ചെന്ന് വീഴണ ചില കൂട്ടുകെട്ടിൽ കൂടി നല്ല മിടുക്കനും മിടുക്കത്തികളൊക്കെ ആണെങ്കിലും ഇത്തിരി സൗന്ദര്യവും കഴിവും ടാലന്റും ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് വീഴ്ത്താനായിട്ട് സാധിക്കും. കാരണം ഈ ലോകം പറഞ്ഞു കൊടുക്കുന്ന പല ഉപദേശങ്ങളും അവരുടെ ഇഷ്ടമുള്ള കുറെ മേഖലകളിൽ കൂടി കൊണ്ടുപോയതിനു ശേഷമാണ് അവരെ കീഴടക്കുന്നത്. അത് ബുദ്ധിയുള്ള മക്കൾക്ക് അറിയില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടാണ്, 17 വയസ്സുകാരിയെ ഒരു കരാട്ടെ അധ്യാപകൻ പീഡിപ്പിച്ചു കൊന്നു. അപ്പൊ അതിൽ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു സമൂഹമാണോ എന്ന് ഓർത്തുപോയി. നമ്മളൊക്കെ എത്ര വന്നാലും നമുക്കൊരു വ്യക്തിത്വം ഇല്ലെങ്കിൽ ഭൂമിയിൽ നമുക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ചാപിള്ളയാട് ജനിക്കുന്നത് പോലെ ആയിപ്പോ. അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആര് തൊട്ടാലും നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു മാൻ പവർ ദൈവം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സൗകര്യപൂർവ്വം നമ്മൾ മൗനത്തോടെ പറഞ്ഞാൽ പിന്നെ തൊടുന്ന ഭാഗങ്ങൾ വർദ്ധിക്കും, തൊടുന്ന എണ്ണം വർദ്ധിക്കും. അങ്ങനെ തൊട്ട് ഒരു കൊച്ചിനെ ഭീകരമായി കൊന്നുകളഞ്ഞു. ഒരു കൊച്ചു മരിക്കാൻ കാത്തിരിക്കുകയാണ് അനേകം മനുഷ്യരുടെ ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരാൻ. പാപത്തെയും പാപ സാഹചര്യങ്ങൾ, അല്ലെ? എന്തോരം മക്കളാണ് ഇങ്ങനെ മരിക്കണത്. ഈ മനുഷ്യർക്ക് ബോധമില്ലേ? എത്ര പാപം കണ്ടാലും മിണ്ടില്ല. എത്ര ഭീകരമാണ്. ഞാനിവിടെ
മക്കളോടൊക്കെ പറയണേ, ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും ഇപ്പൊ പറയുമ്പോ ആൺപിള്ളേരെല്ലാം നമുക്ക് പേടിക്കാനൊന്നുമില്ല, പക്ഷെ ആൺപിള്ളേരെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഒട്ടും കുറവില്ല. അപ്പോ ഈ മനുഷ്യൻ അതും ചെയ്തെന്നാ പറയുന്നത്. ആ അപ്പോ ഇത് നമ്മൾ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിച്ചവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും വാർദ്ധക്യത്തിലെത്തിയവർ പോലും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞ് അതിനാരും ചോദിക്കാനും പറയാനും എത്രയോ കേസുകൾ ലോകത്തിന് നല്ലൊരു മരണം പോലും കിട്ടാത്ത വിധത്തിലായി. ക്രൂരതയുടെ ദുരൂഹതയുടെ മരണങ്ങളാണ് ദിവസം തോറും പെരുകി വരുന്നത്. നല്ലൊരു മരണം പോലും ഈ ലോകത്തിൽ വെച്ച് മനുഷ്യർക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്രഷ്ടാവായ ദൈവത്തെ, അതായത് ഈ ലോകത്തിൽ ഏതൊക്കെ മതം ഉണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും സൃഷ്ടിക്ക് ഒരു സ്രഷ്ടാവേ ഉള്ളൂ. അതേത് ദൈവത്തിനെ ആരാധിച്ചാലും ഈ ആരാധിക്കുന്നവരെല്ലാവരും സൃഷ്ടാവല്ല. ഏകദൈവം ഉള്ളൊരു സത്യദൈവത്തെ അറിയുക എന്നുള്ളത് ആത്മാവിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അതിലേക്ക് എത്തുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇന്ന് സകല ജാതികളും ദൈവത്തെ അറിയുന്നുണ്ട്, പക്ഷെ പലർക്കും അതിനെ പ്രഘോഷിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ഉണ്ട്. പക്ഷെ ഒരുപാട് മനുഷ്യര് ദുരൂഹതയില് നമ്മള് ഛത്തീസ്ഗഡിലോ ഒരു മിഷണറി വണ്ടിയില് പേര് മറന്നു പോയല്ലോ, ബില്ലി ഗ്രാമോ ഒരു ഗ്രാംസ്റ്റെയിൻ പുള്ളിനെ എത്ര ഭീകരമായിട്ടാണ് കൊന്നുകളഞ്ഞത്. കത്തിച്ച് വണ്ടിയില് മക്കളെ അവര് ശുശ്രൂഷയിലേക്ക് തിരിച്ചു പോകാനായിട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവര് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങിയപ്പോ ആ വണ്ടിയിലിട്ട് കത്തിച്ച് എത്ര ക്രൂര ഹൃദയങ്ങളാണല്ലേ. ഇതുപോലെ മിഷൻ മേഖലകളിലൊക്കെ ഒത്തിരി അധ്വാനിക്കുന്നവരൊക്കെ ശക്തമായ വിശ്വാസത്തോടുകൂടി നിലകൊള്ളുന്നവരൊക്കെ ക്രൂരമായ മർദ്ദകരുടെ ഇടയിലും ഒക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ രക്ഷ അവരെ ദൈവത്തിന്റെ കണ്ണുകളിലുണ്ട്. പക്ഷെ നമുക്കറിയാം, നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ല അവരല്ലേ നമുക്കൊരു ബാധ്യതയില്ല എന്നുള്ള ചിന്തയാണ് പല ക്രിസ്ത്യാനികൾക്കുള്ളത്. വൈദികർക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ വൈദികർ മോശമായ ജീവിതം ജീവിച്ചു കഴിഞ്ഞാല്, വൈദികര് ചെയ്യേണ്ട കർമ്മങ്ങളിൽ വീഴ്ച വന്നു കഴിഞ്ഞാല് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് എടുത്തിട്ട് അവർക്കെതിരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. സാധിക്കുന്ന പോലെ അതിനുള്ള സഹകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, അവരും ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ കൂടി വന്നവരാ. സാധാരണ ഒരു അമ്മയുടെ ഉദരത്തിൽ കൂടി വന്നവരും അവരും ഈ ലോകത്തിന്റെ ജഡത്തിന്റെ രൂപിയുടെ നടുവില് നല്ലൊരു അധ്വാനത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക്. പക്ഷെ അവരുടെ വിളിയെ വീഴ്ചയാക്കി മാറ്റാനായിട്ട് പിശാച് ശക്തമായി ഉപയോഗിക്കും. അപ്പൊ അവർക്ക് വേണ്ടി ഒരു വലിയ വൻമതില് കെട്ടിപ്പടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമ്മള് ലോകം മുഴുവനും പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാം വേണം. പക്ഷെ നമ്മുടെ വിശ്വാസ നാശത്തിന് കാരണമാകുന്ന മേഖലകൾക്ക് വേണ്ടി നമ്മള് ആദ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം, ബാക്കിയെല്ലാം നിലനിർത്തേണ്ട ഉത്തരവാദിത്തം, ബാക്കിയെല്ലാം ഉയർത്തേണ്ടതും വളർത്തേണ്ട ഉത്തരവാദിത്തം ദൈവത്തിനുള്ളതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തില്, നമ്മുടെ ദേശത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഇടവകയില് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകളെ, സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയില് നമ്മള് പ്രാർത്ഥനകൾ ഉയർത്തണം. പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ അതേ വചനം തന്നെ നമ്മളോടും പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി നിറപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മളതിന്റെ ആ പ്രചോദനത്തിന് കീഴ്പ്പെടുന്നില്ല, ദൈവത്തിന്റെ ആത്മാവിനോട് ഐക്യപ്പെടുന്നില്ല. പണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടങ്ങളും വേദനകളും തന്നിരുന്നത് വൈദികരായിരുന്നു. എനിക്ക് മടുത്തു കഴിഞ്ഞ പള്ളിയിൽ തന്നെ പോകാനുള്ള താല്പര്യം പോലും, വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് ദൈവം അങ്ങനെ ഓർപ്പിച്ചെന്ന ചിന്തകൾ മാറ്റി, അവര് നിന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങനെ ഒരു സഹനത്തിന് വിട്ടുകൊടുത്തത്, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ശക്തമായ ഒരു പ്രചോദനം തന്നു. പിന്നീടാണ് ഞാൻ വൈദികരുടെ രാജ്ഞി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്
ചെയ്തു. അങ്ങനെ വൈദികർക്ക് വേണ്ടി ജപമാല ചെയ്തു. അങ്ങനെ അതിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കുറെ ആദ്യമൊക്കെ നമ്മൾ അതിൽ വൈദികരുടെ ഓരോ പേരുകൾ ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ കുറച്ച് വൈദികർക്ക് ടെസ്റ്റ് മണി എനിക്ക് കിട്ടിയായിരുന്നു. നമുക്കറിയില്ല ഇവിടത്തെ ഏതൊക്കെയാന്ന്. അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന വൈദികരുടെ പേരൊക്കെ എനിക്ക് ഇട്ടതാ, നമുക്ക് ഇന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടു. അങ്ങനെ 2-3 വൈദികരുടെ ആക്സിഡന്റ് കേസുകൾ എന്തോ തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായിട്ട് അവരുടെ സ്ഥലത്ത് അപ്പൊ അന്നത്തെ ദിവസം അവരുടെ പേരായിരിക്കും ഇട്ട് വെച്ചിരുന്നത്. അങ്ങനെ 2-3 വൈദികരുടെ പേരിട്ടിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഇടവകയിലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വന്നപ്പോ, കർത്താവ് ഇന്ന് ഏത് വൈദികന് വേണ്ടിയാണ് പ്രാർത്ഥന ചെയ്യേണ്ടത് എന്ന് ഓർത്തിങ്ങനെ വന്നപ്പോ, നീ ഇന്ന് നിന്റെ ഇടവകയിലെ വൈദികന് വേണ്ടി തന്നെ, നിന്റെ വികാരിയച്ഛന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എന്റെ അച്ഛന് വേണ്ടി തന്നെ ഞാൻ പേരിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോ ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ തലേന്ന് 2 ദിവസം മുമ്പ് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രശ്നത്തിന്റെ അന്ന് അച്ഛനാണ് പ്രതികരിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോ അവരുടെ വീട്ടുകാര്, പ്രശ്നം ഉണ്ടായ ആളുകളുടെ വീട്ടുകാർ വന്ന് അച്ഛനെ തല്ലാൻ വേണ്ടി വന്നേക്കണേ. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കർത്താവ് പറയും രാവിലെ നീ നിന്റെ വികാരി അച്ഛന് വേണ്ടി തന്നെ പേരിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛനെ തല്ലാൻ ഒരാളെയും അനുവദിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടെന്നല്ല, പക്ഷെ കർത്താവിന്റെ ആത്മാവ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ചെറിയ അധ്വാനം പോലും വില വെക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ രക്ഷ എവിടെ കൂടിയൊക്കെ വരണം നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ കഴുതകളെ പോലെ പണിയെടുത്താൽ മതി, പക്ഷെ കൂലി തരുന്നത് കർത്താവാണ്. ആ ഒരു കൃപയോട് ഐക്യപ്പെടുവാൻ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കഴുതയെ പോലെ നിന്നതുകൊണ്ടാണ് രക്ഷ നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പരിശുദ്ധ അമ്മ, പക്ഷെ ബുദ്ധി കൊണ്ട് അമ്മ ജീവിച്ചില്ല. ഒരു കഴുതയെ പോലെ, ദൈവത്തിന്റെ അടിമയെ പോലെ, ദാസിയെ പോലെ എളിമയോടുകൂടെ ദൈവകൃപയ്ക്ക് എല്ലാവരെയും ചേർത്ത് വെക്കുവാനായിട്ട് അമ്മ അധ്വാനിച്ചു. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു രക്ഷയുടെ ജീവിതം തന്നെ ദൈവം അമ്മയിൽ കൂടി നൽകി. ഈ ഒരു കൃപ, ദൈവത്തിലേക്ക് വരാതെ ഒരു ജനതയും ഒരു രാജ്യവും ഒരു കുടുംബവും ഒരു വ്യക്തിയും രക്ഷപ്പെടില്ല, സഭയും രക്ഷപ്പെടില്ല. അപ്പൊ ദൈവത്തിലേക്ക് വരട്ടെ. അടികൾ മുറുകുന്നതനുസരിച്ച് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ആന്തരിക കൃപ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ കാരുണ്യ